താങ്കൾ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താ? ഇസ്ലാമിനെ വിമർശിക്കാൻ കാരണം എന്താണെന്നോ? ഉം. ഇസ്ലാം വളരെ പ്രശ്നം പിടിച്ചൊരു സാധനമായതുകൊണ്ട്. എന്ത് തെളിവാ താങ്കൾ എത്തുള്ള? തെളിവോ? ഉം. എന്തിനൊക്കെയുള്ള തെളിവാ വേണ്ടത്? താങ്കൾക്ക് എന്നാ ഇത്ര വിമർശിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം? ഒരു 2 പോയിന്റ് പറഞ്ഞു. ഓക്കെ, ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, ഇസ്ലാം ആന്റൈ സെക്കുലർ ആണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മതിയോ? അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആര് പറഞ്ഞു എന്നോ? കിതാബുകൾ പറഞ്ഞു. ഇസ്ലാമിലെ കിതാബുകൾ ഏതെങ്കിലും പറഞ്ഞ വചനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നും കണ്ടില്ലേ പറഞ്ഞത്? ഒന്നും കൂടി പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ട്. പേടിയായത് കൊണ്ടല്ലോ. ഇതേപോലെ വള്ളി പൊട്ടിയ കോയമാരെ ഞാൻ ഇതിനെ പേടിക്കുന്നത്. നീ പബ്ലിക്കിൽ ഇറങ്ങിട്ട് പറടാ. പബ്ലിക് പറഞ്ഞ എന്ത് ചെയ്യും? നീ ഇറങ്ങിപ്പറ, അപ്പം തിരിയും. ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ പബ്ലിക്കിൽ പറഞ്ഞ എന്താ ചെയ്യാ? പറയേ. പബ്ലിക്കിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ പബ്ലിക്കിൽ 2 പന്തൽ വെച്ചിട്ട് കെട്ടിയിട്ട് പറടാ. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ബി കെയർഫുൾ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഇനി അടുത്ത ആഴ്ച വേറെ ഉണ്ട്. അപ്പൊ മോർ ദാൻ എന്താണ്? എന്താ പൊട്ടിത്തെറിക്കും? ണ്ടോ? മോർ ദാൻ ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കാണിച്ചല്ലേ? ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇസ്ലാം ഇതേപോലെ ഈ പേപ്പട്ടി മതമാണ്. പേപ്പട്ടി പിടിച്ച കുറെ ആളുകളെ ഉണ്ടാക്കും. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ പണ്ട് പേപ്പട്ടിയായിരുന്നു, ഒരു സംശയമില്ല. അതെ, ഇപ്പൊ നീ പേപ്പട്ടിയാണ്, ഞാൻ പേപ്പട്ടിയല്ല. ഞാൻ എക്സ് പേപ്പട്ടിയാണ്. അതെ, എക്സ് പേപ്പട്ടിയാണ്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. നിങ്ങൾ ഈ ഗുണ്ടായിസം പഠിക്കുന്ന സമയത്ത് പോയിട്ട് വല്ലത് ഇസ്ലാമിലെ 4 അക്ഷരം പഠിക്കും. ആരടാ ഗുണ്ടായിസം നടത്തുന്നത്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? നടു റോഡിൽ ഇറങ്ങി എന്തോ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ കണ്ണിന്റെ മൂക്കിന്റെ തുമ്പ തന്നെ നമ്മളുണ്ടല്ലോ. ഷാജി കേട്ടാ ഇവിടെ ഇറങ്ങിയുണ്ടല്ലോ, എന്നെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് മുള്ളുന്ന സമയത്ത് ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. വെറുതെ നിൽക്കണ്ട. ഓക്കെ, ഏതായാലും നമ്പർ ഞാൻ ഇപ്പൊ തന്നെ കൈമാറുന്നുണ്ട്. ഡോൺ വറി. ഓക്കെ. ആര് പറഞ്ഞു? ഞാനപ്പോ പറയുന്നത്. ഞാനിത് ഇവിടത്തെ ഇന്ത്യൻ പൗരൻ. എന്താ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ പറയുന്നത്. നീ ധൈര്യം സംസാരിക്കടാ. ധൈര്യം ഉണ്ടായിട്ടുണ്ടല്ലേ ഇപ്പൊ സംസാരിക്കാൻ പറയണതിന്. പേടിപ്പിക്കുന്നേ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നിനക്ക് കണ്ണൂര് കയറിയാൻ ധൈര്യം ഉണ്ടോ? കണ്ണൂര് വരുന്നുണ്ട്, ഒരു മാർച്ച് മാസത്തിലുണ്ടാവും. ഓക്കെ. ചാൻസ് കുറവൊന്നുമല്ല. അവിടെ എത്ര തവണ വന്നു പോയിരിക്കുന്നത്. അതിന്റെ മുന്നേ നീ പോകും. കോയ ഏത് ലോകത്തെ ജീവിക്കും? കാതറെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല കാതറെ. ഇത് നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കുറെ ആയി. കോയയുടെ ഈ പുതിയ ബാച്ചാണ്, അതിന്റെ ഒരു ആവേശമാണ്. അത് നമ്മൾ കണ്ടില്ല. ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. സുന്നത്ത് എത്ര എണ്ണം നിസ്കരിച്ചു? 4. എത്ര എണ്ണം നിസ്കാരത്തിന് ശേഷമാണോ മുന്നേ ആണോ? നിസ്കാരത്തിന്റെ ശേഷം. മുന്നേ ഉള്ളത് പിന്നെ ആരാ നിസ്കരിക്കുക? അത് നിസ്കരിച്ചു. മുന്നേ എത്ര എണ്ണം നിസ്കരിച്ചു? മുന്നേ 2 നിസ്കരിച്ചോളൂ. എന്തേ 4 നിസ്കരിക്കാൻ? സമയം കിട്ടില്ല. എന്തേ സമയം കിട്ടാതെ പോയി? ചെറിയൊരു ബിസിയാണ്. അതൊന്നും പഠിച്ചോന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുന്നത്തൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിസ്കരിക്കണ്ടല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമാണ്? നമ്മളൊക്കെ സമയം കണ്ടെത്തിയിട്ട് അവിടെ പോയി 4 റക്അത്ത്, മുന്നേ 4 റക്അത്ത്, ശേഷവും പിന്നെ ഫർള് നിസ്കരിച്ചിരുന്ന എന്റെ അടുത്ത് വന്നിട്ടാണോ നിങ്ങൾ ഈ മതം പഠിപ്പിക്കണേ? ഉളുപ്പുണ്ടോ കോയ? ഞാൻ നിന്നെ മതം ഉളുപ്പുണ്ടോ കോയ? പിന്നെ എന്ത് പഠിപ്പിക്കാനാ വന്നത്? ഭീഷണിപ്പെടുത്താനാ? ഭീഷണിയൊന്നും ഇവിടെ ചെലവാവില്ല. ഭീഷണിയൊന്നും ഇവിടെ ചെലവാവില്ല. ഓക്കെ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി പറയും. നിങ്ങൾ കുരു പൊട്ടുന്നു. അതിന് എന്റെ വിഷയമല്ലല്ലോ. ഭീഷണിപ്പെടുത്ത ഒരു സെക്കൻഡ് പോലും നീ ഉണ്ടാവില്ല. ഞാൻ എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളല്ലേ ഭീഷണിപ്പെടുത്തുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ? ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? നേരിട്ട് വന്നല്ലോ. അപ്പൊ ഞാൻ പ്രോഗ്രാം വെക്കുക, നീ വരുവാ? പിന്നെന്താ, വിളിക്ക്. ഓക്കെ, നാളെ തന്നെ ആയിക്കോട്ടെ.
നാളെ പറ്റില്ല, നമുക്ക് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നാളെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ എന്താ? പള്ളിയിലെ കാളിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുപ്പിയാണ് മാറ്റി വെച്ചാൽ മതി. ഇപ്പൊ അത് പോരല്ലോ, വേറെ പണിയുണ്ടല്ലോ, ജോലിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതൊക്കെ അവിടെ നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. അപ്പൊ നിങ്ങൾക്ക് അതെ, സ്ക്രാപ്പാണ്, ഇസ്ലാമിന്റെ സ്ക്രാപ്പ്. അതെ, ഇസ്ലാം ആക്രി. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ.